തന്നോ ദന്തി പ്രചോദയം. ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണേതാരം പ്രണതോസ്മി സദാശിവം. കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ ഭക്താനാഭയങ്കര ഗോവിന്ദ പരമാനന്ദ സർവം മേ വശമാമയ. സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്ന സർവപ്രചോദയാത്. സായി രാമായ വിദ്മഹേ ആത്മാരാമായ ധീമഹി തന്നോ പ്രചോദയാത്. സായിരാം, നമ്മള് ഭഗവാന്റെ പല പല സ്ഥലങ്ങളിലുള്ള പ്രസംഗങ്ങളുടെ ചില ചില ഭാഗങ്ങളാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. വായിക്കാൻ തുടങ്ങാണ്. അദ്ദേഹത്തിന്റെ ഈ യാഥാർത്ഥ്യത്തെ പറ്റി ചിലപ്പോൾ നേരിട്ടുള്ള പ്രഖ്യാപനങ്ങൾ സ്വന്തം വാക്കുകളിൽ തന്നെ വരാറുണ്ട്. മിന്നൽ പിണരുകൾ എന്ന പോലെ അവ നമ്മുടെ ബോധമണ്ഡലങ്ങളിൽ പ്രവേശിച്ച് നമുക്ക് ഉത്തേജനം നൽകുന്നു. അവ അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവത്തെ കാണിച്ചു തരുന്നു. എന്നെ അളക്കാൻ ശ്രമിക്കരുത്, നിങ്ങൾ തോറ്റുപോകും. നിങ്ങളെ തന്നെ അളക്കാൻ ശ്രമിക്കുക, അപ്പോൾ എന്നെ അളക്കുന്നതിൽ നിങ്ങൾക്ക് ജയമുണ്ടാവാം. എനിക്ക് തപശ്ചര്യയില്ല, ധ്യാനമില്ല, ഞാൻ പഠിക്കുന്നില്ല, ഞാൻ യോഗിയും സിദ്ധനും സാധകനുമല്ല. ഞാൻ സിദ്ധരെയും സാധകന്മാരെയും നയിക്കാനും അനുഗ്രഹിക്കാനും വന്നതാണ്. ഞാൻ പുരുഷനുമല്ല, സ്ത്രീയുമല്ല, വൃദ്ധനുമല്ല, യുവാവുമല്ല. എന്നാൽ ഇതെല്ലാമാണ്. എന്നെ പ്രശംസിക്കരുത്, എന്നെ പേടിക്കേണ്ട. അവകാശം പറഞ്ഞുകൊണ്ട് തന്നെ എന്നെ സമീപിക്കുക. നിങ്ങൾ നിങ്ങളുടെ പിതാവിനെ പ്രശംസിക്കുന്നില്ല. നിങ്ങൾ അദ്ദേഹത്തോട് അവകാശം പറഞ്ഞ് ചിലതൊക്കെ ചോദിക്കുന്നു അല്ലേ? ആരും ക്ഷണിക്കാതെയല്ല ഞാൻ ഈ ലോകത്ത് വന്നത്. സന്യാസികൾ, ഋഷികൾ, സാധുക്കൾ, പല മതങ്ങളിലെയും രാജ്യങ്ങളിലെയും ജനങ്ങൾ, ഇവരെല്ലാം എന്നെ ശരണം വിളിച്ച് എന്നോട് അഭ്യർത്ഥിച്ചു. അതിനാൽ ഞാൻ വന്നു. നിങ്ങൾ എന്നെ കാണുന്നത് ഇതം പ്രഥമമായിരിക്കും. എനിക്കാവട്ടെ നിങ്ങളെല്ലാം പരിചയമുണ്ട്. ഞാൻ നിങ്ങളെ മേലും കീഴും ഉള്ളും പുറവും നല്ല പോലെ അറിയുന്നു. എനിക്ക് ഗുണവുമില്ല, കാരണവുമില്ല. അപ്പോൾ മായ എന്നെ എങ്ങനെ ബാധിക്കും? ഞാൻ ശംഖുചക്ര ഗദ പത്മധാരിയായി വന്നതാണെങ്കിൽ നിങ്ങൾ ഒന്നുകിൽ പേടിച്ചോടുമായിരുന്നു, അല്ലെങ്കിൽ എന്നെ പ്രദർശനശാലയിൽ വെക്കുമായിരുന്നു. ഭഗവാൻ തന്നെ പറ്റി പറയാണ്. നമുക്ക് അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഭഗവാൻ പറഞ്ഞു, എന്നെ അളക്കാൻ ശ്രമിക്കരുത്, നിങ്ങൾ തോറ്റുപോകും. കാരണം ഭഗവാനെ ഈ അവതാരങ്ങളെയൊന്നും അളക്കാൻ നമുക്ക് സാധിക്കില്ല. കാരണം നമ്മുടെ മനസ്സും ബുദ്ധിയൊന്നും ആ തലങ്ങളിലേക്ക് എത്തില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായ വിശ്വാസം, ഭക്തി, അതിൽ കൂടെ പോകുന്നവർക്ക് ചിലപ്പോൾ ഭഗവാനെ കുറെയൊക്കെ ഭഗവാന്റെ പ്രഭാവം അറിയാൻ സാധിച്ചു എന്ന് വരും. അല്ലാതെ അദ്ദേഹത്തിനെ മുഴുവനായിട്ടൊക്കെ അളക്കാൻ ആരെക്കൊണ്ട് സാധിക്കില്ല. അപ്പൊ ഭഗവാൻ എന്ത് പറയണു? നിങ്ങളെ തന്നെ അളക്കാൻ ശ്രമിക്കുക. നമ്മളെ തന്നെ അളക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമ്മൾ ശരിക്കും ആരാണ്? നമ്മളൊക്കെ ആത്മസ്വരൂപന്മാരാണ്. പക്ഷെ നമ്മളൊക്കെ ഈ ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണ്. ദേഹം എന്ന് പറഞ്ഞാൽ സത്യമല്ല. അപ്പോൾ സത്യമല്ലാത്ത ഒന്നിനെ ആധാരമാക്കി ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതവും ആകെ കലുഷിതമായിരിക്കും. സത്യമായതാണ് ഉള്ളിലുള്ളതായ ആത്മാവ്. ആ ആത്മാവിനെ അറിയലാണ് നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യം. അപ്പൊ അതാണ് സ്വാമി പറഞ്ഞത്, നിങ്ങൾ എന്നെ നടക്കാൻ വരണ്ട, നിങ്ങൾ നിങ്ങളെ തന്നെ അളന്ന് മനസ്സിലാക്കാൻ നോക്കൂ. അപ്പൻ നിങ്ങൾക്ക് എന്നെ അറിയും. അപ്പൊ എന്തായി? ഞാൻ ആത്മാവാണെന്ന് ബോധിച്ചാൽ നമുക്ക് ഭഗവാൻ ബാബ ആരാന്ന് മനസ്സിലാവും. ഭഗവാൻ ആത്മസ്വരൂപം തന്നെയാണ്. അപ്പൊ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് ആ ബോധത്തിൽ നമ്മൾ എത്തുമ്പോൾ മാത്രമാണ് അങ്ങനെ സാധിക്കുള്ളൂ. സ്വാമി പറഞ്ഞു, എനിക്ക് തപസ്സില്ല, ധ്യാനമില്ല, ഞാനൊന്നും പഠിക്കുന്നില്ല, പഠിക്കുന്ന ആളൊന്നുമല്ല, ഞാൻ യോഗിയും സിദ്ധനൊന്നുമല്ല. ഞാൻ സിദ്ധന്മാരെയും സാധകന്മാരെയും ഒക്കെ ശരിയായ രീതിയിൽ നയിച്ചു കൊണ്ടുപോകാൻ, അവരെയൊക്കെ അനുഗ്രഹിക്കാനും വന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ പുരുഷനല്ല, സ്ത്രീയല്ല, വൃദ്ധനുമല്ല, യുവാവുമല്ല. എന്നാലോ ഇതെല്ലാമാണ് താനും. അതെന്താ അങ്ങനെ പറയാൻ കാരണം? നമ്മൾ എങ്ങനെയാണോ ഭഗവാനെ കാണുന്നത്, അങ്ങനെയാണ് നമുക്ക് ഭഗവാനിൽ നിന്നുള്ള റെസ്പോൺസ് ഉണ്ടാവുക. അപ്പൊ ഭഗവാനെ നമുക്ക് ചിലപ്പോൾ വൃദ്ധനായിട്ട് കാണും, ചിലർക്ക് യുവാവായിട്ട് കാണാൻ പറ്റും. അതൊക്കെ നമ്മുടെ ഉള്ളിലുള്ള ആ വീക്ഷണത്തിന്റെ രീതി കൊണ്ടാണ് അർത്ഥം. ഭഗവാൻ പറഞ്ഞു, എന്നെ നിങ്ങൾ പ്രശംസിക്കൊന്നും വേണ്ട, എന്നെ ഒട്ടും പേടിക്കണ്ട. നിങ്ങൾക്കൊരു അവകാശമുണ്ട് എൻ്റെ അടുത്ത് വന്ന് സമീപിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചോദിക്കാനൊക്കെ. ഞാനത് തടുക്കില്ല. നിങ്ങളുടെ അച്ഛനോടല്ലേ? അച്ഛനെ നിങ്ങൾ പ്രശംസിക്കാറുണ്ടോ? നേർക്ക് നിന്നിട്ട്? ഇല്ലല്ലോ. പക്ഷെ നിങ്ങൾ അദ്ദേഹത്തിനോട് അവകാശം പറഞ്ഞിട്ട്
ചില കാര്യങ്ങളൊക്കെ ചോദിക്കില്ലേ, അത് വേണം ഇത് വേണം എന്നൊക്കെ പറയില്ലേ? അങ്ങനെ എന്നോട് ചോദിച്ചോളൂ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഞാൻ ആരും ക്ഷണിക്കാതെയാണ് ഈ ലോകത്തേക്ക് വന്നത്? എന്നെ ഒരുപാട് സന്യാസികളും ഋഷികളും സാധുക്കളും പല മതങ്ങളിലെയും രാജ്യത്തിലേക്ക് ജനങ്ങൾ എന്നെ ശരണം വിളിച്ച് എന്നോട് അഭ്യർത്ഥിച്ചിട്ടാണ് ഞാൻ വന്നത്. നിങ്ങൾ എന്നെ കാണുന്നത് ആദ്യമായിട്ടായിരിക്കും. നിങ്ങൾ വിചാരിക്കും എനിക്ക് നിങ്ങളെയൊന്നും അറിയില്ല. എനിക്കാണെങ്കിലോ നിങ്ങളെല്ലാ കാര്യങ്ങളും അറിയും. എനിക്ക് അറിയാത്തതായിട്ടുള്ള ഒന്നുമില്ല. ഞാൻ നിങ്ങളെ മേലും കീഴും ഉള്ളും പുറവും ഒക്കെ അറിയുന്ന ഭഗവാൻ പറയണത്. എനിക്ക് ഗുണമില്ല, കാരണമില്ല. ഗുണകാരണങ്ങളില്ലെങ്കിൽ എങ്ങനെയാ? ഗുണകാരണങ്ങളില്ലെങ്കിൽ മായയ്ക്ക് പിടിക്കാൻ പറ്റില്ല. മായയും ആ മായയും മാറ്റിക്കൊണ്ടുള്ള ഒരു തലത്തിലാണ് ഭഗവാനൊക്കെ ഉള്ളത്. അതുകൊണ്ട് എന്നെ മായയ്ക്ക് പിടിക്കാൻ പറ്റില്ല. ഞാൻ പുരാണങ്ങളിലൊക്കെ പറഞ്ഞ മാതിരി ശംഖ് ചക്ര ഗദാധാരിയൊക്കെ ആയിട്ടാ വന്നതെങ്കിലോ ആ വിചിത്ര രൂപമാവും ഇപ്പൊ നിങ്ങളുടെ കാലത്തിൽ. അപ്പൊ നിങ്ങൾ പേടിച്ചോടും. അല്ലെങ്കിൽ എന്നെ പിടിച്ചു കൊണ്ടുപോയിട്ട് ഏതെങ്കിലും പ്രദർശനശാലയിൽ മ്യൂസിയത്തിലോ സൂവിലോ ഒക്കെ കൊണ്ടിട്ട് അവിടെ നിർത്തും. അപ്പൊ ആ ഭഗവാന്റെ തന്നെ ചില പ്രത്യേക കാര്യങ്ങൾ, പല കാര്യങ്ങൾ പറയുക. ഇതൊക്കെ പഴയ പുസ്തകങ്ങളിലാ, ഈ സത്യശിവസുന്ദരത്തിലൊക്കെ ഉണ്ടാവുള്ളൂ. കുറെ അങ്ങോട്ട് കഴിഞ്ഞപ്പോ ഇത് ഇങ്ങനത്തെ ഒന്നും സ്വാമി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ പുതുതായി വരുന്ന ഭക്തന്മാർക്കൊക്കെ ഇത് ഒരു അറിവ് തന്നെ ആയിരിക്കും. ഞാൻ സാധാരണക്കാരനായ നിങ്ങളുടെ ആരുടെയെങ്കിലും മാതിരി ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്നെ തീരെ വിലയുണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ മനുഷ്യരൂപം എടുത്തിരിക്കുന്നതും ഇടയ്ക്കിടെ മഹിമകൾ കാണിക്കുന്നതും. സത്യം, പ്രേമം എന്നിവരുടെ ആധ്യാത്മിക പുനരുദ്ധാരണമാണ് എൻ്റെ പ്രവൃത്തി. ഞാൻ ധർമ്മമാർഗം ബ്രഹ്മമാർഗം ഇവ രണ്ടും കാണിച്ചു തരാൻ വന്നിരിക്കുന്നതാണ്. എൻ്റെ അടുത്തേക്ക് നിങ്ങൾ ഒരടി മുന്നോട്ട് വരുന്ന പക്ഷം നിങ്ങളുടെ അരികത്ത് ഞാൻ 3 അടി വരും. എടുക്കവയ്യാത്ത മഹാഭാരം പേറി വരുന്ന ആളെ കാണുമ്പോഴാണ് എനിക്ക് അധികം സന്തോഷം. അയാൾക്കാണ് എന്നെ കൊണ്ട് അധികം ആവശ്യം. ആധ്യാത്മിക ബന്ധത്താൽ എല്ലാവരും എൻ്റെതാണ്. അതുകൊണ്ട് എന്നെ പൂജിക്കുന്നവർ പൂജിക്കാത്ത മറ്റുള്ളവരെക്കാൾ അധികം എൻ്റെ അടുത്താണ് എന്ന് കരുതുന്നു. ബാബയുടെ പ്രഭാഷണങ്ങളിലൂടെ മിന്നിത്തിളങ്ങി വരുന്ന ഉപദേശ തടില്ലതകളാണിവ. ഇവിടെ എൻ്റെ പ്രഭാഷണം കേൾക്കാൻ വന്നിരിക്കുന്ന നിങ്ങളിൽ ഓരോരുത്തരും ഞാൻ മനസ്സുകൊണ്ട് അങ്ങനെ സങ്കല്പിച്ചത് കൊണ്ട് വന്നതാണ് എന്നൊരിക്കൽ അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ പരമകാരുണ്യത്തിന്റെ മഹത് ശക്തിയുടെയും അളവ് കുറിപ്പുകൾ അവയാണ്. സ്വാമി പറഞ്ഞു, ഞാനൊരു സാധാരണക്കാരന്റെ മാതിരി നമ്മുടെയൊക്കെ മാതിരി വന്നാൽ നിങ്ങൾക്ക് എന്നെ തീരെ വിലവെക്കില്ല. അവതാരം എടുത്ത് വന്നിട്ട് അങ്ങനെ കാണിച്ചാൽ എന്നെ വിലവെച്ചിട്ടില്ലെങ്കിൽ എനിക്ക് പറയാനുള്ളതൊന്നും പിന്നെ നിങ്ങൾ കേൾക്കില്ല. നിങ്ങൾക്ക് എന്നിൽ വിശ്വാസവും നിങ്ങൾക്കൊരു അത്ഭുതം തോന്നിയാലൊക്കെ അല്ലേ നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരുള്ളൂ എന്നാ സ്വാമി പറയുന്നത്. അതുകൊണ്ട് ഞാൻ മനുഷ്യരൂപം എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മഹിമ കാണിക്കും. അപ്പോ അത് കാണാനും എനിക്ക് ആകർഷിതരായിട്ട് ജനം വരും. അപ്പൊ ഞാൻ സത്യം, പ്രേമം എന്നീ ആധ്യാത്മിക കാര്യങ്ങളെയൊക്കെ പറ്റിയിട്ട് പറഞ്ഞു. ധർമ്മത്തിന്റെ മാർഗവും ബ്രഹ്മത്തിന്റെ മാർഗവും ഒക്കെ വരുന്നവർക്കൊക്കെ പറഞ്ഞു കൊടുക്കും. അങ്ങനെ നിങ്ങൾ എൻ്റെ അടുത്തേക്ക് ഒരടി വെച്ചാൽ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് 3 അടി വരും. എനിക്ക് ഏറ്റവും ഇഷ്ടം വളരെ ഭാരങ്ങളൊക്കെ കയറി ദുരിതമൊക്കെ അനുഭവിച്ചിരുന്ന ആളെ കാണുമ്പോഴാണ്. കാരണം അങ്ങനത്തെ ഉള്ളവർക്കാണ് എന്നെ കൊണ്ട് ഏറ്റവും ആവശ്യം. കാരണം ഇപ്പൊ ഈ കലികാലത്തില് മനുഷ്യരൊക്കെ ഒരുപാട് ദുരിതങ്ങൾ പേറിയിട്ടാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കാലത്തിന്റെ സ്ഥിതി അങ്ങനെയാണ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് ആശ്വാസം കൊടുക്കാൻ വേണ്ടിയിട്ട് അവരെയാണ് സ്വാമിക്ക് ഇഷ്ടം. അവര് എടുത്തു വരുമ്പോൾ സ്വാമി അവർക്ക് ആശ്വാസം കൊടുക്കുന്ന പല സംഗതികളൊക്കെ ചെയ്തു കൊടുക്കും. അപ്പോ എന്നെ പൂജിക്കുന്നവര്, എന്നെ എതിർത്ത് പറയുന്നവരെക്കാള് അധികം എൻ്റെ അടുത്തേക്ക് അവർ വരും. എന്നെ ഇഷ്ടമുള്ളവർ അധികമാണല്ലോ എൻ്റെ അടുത്തേക്ക് വരിക. അപ്പൊ ബാബയുടെ പ്രഭാഷണങ്ങൾ ഇതൊക്കെ ബാബ ആ കാലത്ത് ചെയ്ത പ്രഭാഷണങ്ങളിലെ ഭാഗങ്ങളാണ്. ഇപ്പൊ നിങ്ങളിവിടെ എൻ്റെ പ്രഭാഷണം കേൾക്കാൻ വന്നിരിക്കുകയാണ്. നിങ്ങൾ വിചാരിക്കും നിങ്ങളെ ഇഷ്ടത്തിന് നിങ്ങൾ വിചാരിച്ചു വന്നാണെന്നല്ല. സ്വാമി പറയാം, ഞാൻ മനസ്സുകൊണ്ട് അങ്ങനെ സങ്കല്പിച്ചത് കൊണ്ടാണ് നിങ്ങൾ ഓരോരുത്തരും വന്നത്. നമ്മൾ ആലോചിക്കുക എത്ര ഭാഗ്യവാന്മാര് നമ്മൾ. ഭഗവാന്റെ സങ്കല്പമില്ലാതെ ഭഗവാനെ കാണാനും ഭഗവാന്റെ അടുത്തെത്താനും സാധിക്കില്ല എന്ന് ഭഗവാൻ പറയുമ്പോൾ നമ്മൾക്ക് എത്ര ചാൻസുകളാ കിട്ടിയിട്ടുള്ളത്. നമ്മൾക്ക് എത്ര പ്രഭാഷണങ്ങൾ കേട്ടു. ഈ ഓരോ പ്രഭാഷണത്തിനും ഭാഗ്യന് സങ്കല്പം വേണം.
അത് ഇപ്പോ വന്ന് സങ്കല്പം ഉണ്ടാക്കിയതായിരിക്കില്ല. ഈ സങ്കല്പം നമ്മൾ ജനിക്കുമ്പോൾ തന്നെ ഭഗവാൻ ആ സങ്കല്പം നമ്മളിൽ അടിച്ചു വിട്ടിട്ടുണ്ടാവും. കാരണം ജനിച്ചു വരുമ്പോ തന്നെ എത്ര അടുത്തും ഭഗവാൻ അവതരിച്ചു വരുമ്പോ എത്തണമെന്നും എത്ര കാലം അടുത്ത് കഴിയണമെന്നും ഒക്കെ ആദ്യം തന്നെ പ്രീ ഡെസ്റ്റിൻഡ് ആണ്. അത് ഉറപ്പായ കാര്യം. കാരണം നമ്മുടെ ജീവിതത്തിന്റെ കാര്യങ്ങളിൽ കൂടെ ഭഗവാനുമായുള്ള അനുഭവങ്ങളിൽ കൂടെ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇത് എപ്പോഴും നിശ്ചയിച്ചൊരു കാര്യമായിരുന്നു. അതാ പറഞ്ഞത്. അപ്പോ അതുകൊണ്ട് ഞാൻ സങ്കല്പിച്ചിട്ടാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അത് വലിയ പരമകാരുണ്യത്തിന്റെ മഹത്തായ ശക്തിയുടെ ഒക്കെ അളവുകോലുകളാണ്. അതിൽ നിന്നൊക്കെയാണ് നമുക്ക് ഭഗവാന്റെ ആ മഹാമഹിമയൊക്കെ മനസ്സിലാവും. ബാബയുടെ മുമ്പിൽ തടിച്ചുകൂടിയവരും മനോദുഃഖം അനുഭവിക്കുന്നവരുമായ ജനങ്ങൾക്ക് ബാബ നൽകുന്ന സന്ദേശത്തിന്റെ ആകർഷണ ശക്തിയെയും മൂല്യത്തെയും ഇത്തരം പ്രഖ്യാപനങ്ങൾ ശതഗുണീഭവിപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ കരകവിയുന്ന പ്രേമത്തിൽ എല്ലാവരെയും ചേർക്കുന്നു. ഞാൻ ആരെയും തള്ളിക്കളയുന്നില്ല, എനിക്കതിന് കഴിയുകയില്ല. അങ്ങനെ ചെയ്യുന്ന എന്റെ പ്രകൃതിക്ക് യോജിച്ചതല്ല. പേടി വേണ്ട, ഞാൻ നിങ്ങളുടേതാണ്, നിങ്ങൾ എന്റെയും. എന്നിങ്ങനെ ഹൃദയത്തിൽ അലൂർന്ന വാക്കുകൾ വരുമ്പോൾ ഇഹലോകാതീതമായൊരു സൗഹൃദം നമുക്കും അദ്ദേഹത്തിനും തമ്മിലുള്ളവായിത്തീരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ നമ്മുടെ ബോധമണ്ഡലത്തിൽ അഗാധത്തിൽ ആണ്ടുപോകുന്നു. അവിടെ അവ വേരൂന്നി നല്ല സ്വഭാവമായി, ദൈവിക സ്വഭാവമായി തഴച്ചു പടർന്ന് രൂപാന്തരപ്പെടുന്നു. സദസ്സിൽ അദ്ദേഹം സംബോധന ചെയ്യുന്നു തന്നെ ആത്മസ്വരൂപലാര, ആത്മാവ് കുടികൊള്ളുന്ന രൂപങ്ങളെ എന്നാണ്. അജ്ഞാനനിദ്രയിൽ നിന്ന് ജനങ്ങളെ തട്ടി ഉണർത്തുക എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രധാന ഉദ്ദേശം. അനശ്വരമായ ദൈവികമായ അവരുടെ യഥാർത്ഥ പ്രകൃതി കാണിച്ചു കൊടുക്കുക. അജയ്യമായ ആത്മാവാണ് നിങ്ങൾ. ജീവിതത്തിൽ ഉച്ചനീചത്വങ്ങൾ ഏതുമേതും ബാധിക്കാത്ത ആത്മാവ്. റോഡിലെ നടക്കുമ്പോൾ നിങ്ങളുടെ നിഴൽ പൂഴിയിലും ചളിയിലും ചെടിയിലും പൊടിയിലും കല്ലിലും മണലിലും തട്ടുന്നു. പക്ഷെ നിങ്ങൾക്കതിനാൽ വിശ്രമില്ല. കാരണം ഹാനിയില്ലാതെ നിങ്ങൾ നടക്കുന്നുണ്ടല്ലോ. അതുപോലെ ആത്മാവിന്റെ നിഴലായ ദേഹത്തെ സംബന്ധിച്ചു നിങ്ങൾ ക്ലേശിക്കണ്ട. ഈ ഒരു കാര്യത്തിൽ നിരവധി ഉദാഹരണങ്ങളുണ്ട്. നല്ലപോലെ പഠിപ്പിക്കാൻ ബാബ യത്നിക്കുന്നു. എന്നിട്ട് അചഞ്ചലമായ ധൈര്യം ചെലുത്തിവിടുന്നു. ബാബയ്ക്ക് മനസ്സിൽ ദുഃഖമായിട്ട് വരുന്നവരെ അവർക്ക് സന്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് അവരുടെ ആ മൂല്യത്തെയും അവരുടെ ആ ആകർഷണ ശക്തിയെയും ഭഗവാന്റെ അടുത്തേക്കുള്ള അടുപ്പത്തെയും ഒക്കെ അത് ശതഗുണീഭവിപ്പിക്കും, അത് കൂട്ടും. അദ്ദേഹത്തിന്റെ പ്രേമത്തില് എല്ലാവരും ചേർന്ന് നിൽക്കും. ഭഗവാൻ ആരെയും തള്ളിക്കളയുന്നില്ല. ഭഗവാൻ പറഞ്ഞു എനിക്കതിന് കഴിയില്ല, ഞാൻ എല്ലാവരെയും എൻ്റെ അടുത്തേക്ക് വരാൻ സമ്മതിക്കും. ഞാൻ ചിലരെ ചിലരെ തട്ടിക്കളയൊന്നുമില്ല. അത് എൻ്റെ പ്രകൃതിക്ക് യോജിച്ചല്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. നിങ്ങൾക്ക് ആർക്കും പേടി വേണ്ട, ഞാൻ നിങ്ങളുടേതാണ്, നിങ്ങൾ എൻ്റെയുമാണ്. ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു വല്ലാത്തതായിട്ടുള്ള ഒരു അത്ഭുതം വരും, ഒരു സൗഹൃദം. ഈ ലോകത്തിലുള്ളൊരു സൗഹൃദം അല്ലത്. ഈ ലോകത്തിലും അതിനപ്പുറത്ത് നിന്ന് വരുന്നതായ ഒരു ആധ്യാത്മികമായ സൗഹൃദം നമുക്ക് സ്വാമിയോട് തോന്നും. അങ്ങനെയാണല്ലോ നമ്മൾക്കൊക്കെയും. സാധാരണ ഒരാളെ കാണുന്ന മാതിരി അല്ലല്ലോ നമ്മൾ സ്വാമിയെ കാണുന്നത്. ഭഗവാനെ എവിടെയോ ഈശ്വരൻ എന്നൊക്കെ നമുക്ക് കേട്ടിട്ടുണ്ട്, അതിൻ്റെ ഒരു കൺസെപ്റ്റ് ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾക്ക് ഈശ്വരന്റെ ശരിയായ കാര്യങ്ങളൊന്നും പറയാൻ സാധിക്കില്ല. പക്ഷെ ഭഗവാനെ അങ്ങനെ ഒരു ഈശ്വരീയ ഭാവമുള്ളതായ ഒരു അവതാരമാണ് എന്ന് നമ്മൾക്ക് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് വാക്കുകളെ കൊണ്ടൊക്കെ നമ്മൾ ബോധിച്ചിട്ടുണ്ട്. മുഴുവനൊന്നും നമുക്ക് ആ സ്വരൂപത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും സാധാരണ മനുഷ്യരെ അല്ലെങ്കിൽ ഒരു മഹാനെയോ ഒരു പണ്ഡിതനെയോ ഒന്ന് കാണുന്ന പോലെയല്ല നമ്മൾ ഭഗവാനെ കാണുന്നത്. നമ്മളെയൊക്കെ സംരക്ഷിക്കാനും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടത്താനും ശക്തിയുള്ള ഒരു വലിയ നിയാമകനായിട്ടുള്ള ഒരു യജമാനൻ തന്നെ, എന്തിനും സാധിക്കുന്ന ഒരു മഹാവൈഭവമായിട്ട് നമ്മുടെ ഉള്ളിൽ അദ്ദേഹത്തിനോടുള്ള ആദരവും ബഹുമാനമൊക്കെ ഉണ്ട്. അപ്പം അവിടെ ഒരു വല്ലാത്ത സ്നേഹമുണ്ട് നമുക്ക്. അതുകൊണ്ട് അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ അത് നമ്മുടെ ഉള്ളിലേക്ക് ചുഴിഞ്ഞിറങ്ങുന്നത്. നമുക്ക് ആ വിശ്വാസവും അതില് പ്രതിപത്തിയൊന്നും ഇല്ലെങ്കിലോ, അല്ലെങ്കിൽ നമുക്ക് അതിനൊന്നൊരു വിലയുണ്ടാവില്ല പറയുന്ന വാക്കുകൾ.
പക്ഷെ ഭഗവാനോട് അങ്ങനെയല്ല. ഭഗവാൻ പറയുന്ന വാക്കുകളൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് കയറിപ്പോവും. എന്നിട്ട് അത് അവിടെ പോയിട്ട് വേരൂന്നുമ്പോൾ എന്താവും? പല പല ചീത്ത സ്വഭാവങ്ങളൊക്കെ പോയിട്ട് നമ്മുടെ സ്വഭാവങ്ങളൊക്കെ നന്നായി ദൈവിക ഭാവം അങ്ങനെ തഴച്ചു വളർന്നിട്ട് പടർന്ന് പന്തലിക്കും അവിടെ. അപ്പൊ അതിലും വലുതായിട്ടൊരു ഭാഗ്യം എന്താ? നമ്മുടെ ദോഷങ്ങളൊക്കെ പോയിട്ട് നമുക്ക് ആധ്യാത്മികമായ പ്രസരം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതല്ലേ ജീവിതത്തിന്റെ ലക്ഷ്യം. എന്നിട്ട് അദ്ദേഹം എന്താ നമുക്കൊക്കെ എത്രയോ പ്രേമസ്വരൂപരാര, ആത്മസ്വരൂപരാര എന്നൊക്കെയല്ലേ അദ്ദേഹം വിളിക്കുക. അത് അദ്ദേഹം ദേഹത്തിനെയല്ല വിളിക്കുന്നത്, നമ്മുടെ ഉള്ളിലുള്ള ആത്മഭാവത്തിനെയാണ് അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നത്. എന്നിട്ട് അദ്ദേഹം മെല്ലെ മെല്ലെ ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ അജ്ഞാന നിദ്രയിൽ നിന്ന് നമ്മളൊക്കെ അറിവില്ലായ്മയിൽ ഇരിക്കുക, അതിൽ നിന്നൊക്കെ നമ്മളെയൊക്കെ തട്ടി ഉണർത്തിയിട്ട് അനശ്വരമായിട്ടുള്ള ആ ഈശ്വരീയതയെ അദ്ദേഹം കാണിച്ചു കൊടുക്കും. അജയ്യമായിട്ടുള്ള ആ ഭാവമാണ് ആത്മാവ്. അവിടെ ഉച്ചനീചത്വങ്ങളൊന്നുമില്ലാത്ത, ബാധിക്കാത്തതാണ് ആത്മാവ്. നമ്മൾ എവിടെയെങ്കിലും നടക്കുമ്പോൾ, സൂര്യപ്രകാശമുള്ള ദിവസമാണെങ്കിൽ ആ നടക്കുമ്പോൾ നമ്മുടെ നിഴല് നമ്മുടെ നേരെ പിന്നിൽ, അത് ചളിയായാലും പൊടിയായാലും ചെടിയായാലും കല്ലായാലും മണലായാലും ടാറായാലും കോൺക്രീറ്റ് ആയാലും എന്തായാലും അതിന്റെ കൂടെ നമ്മുടെ നിഴല് വരുന്നത് കാണുന്നുണ്ട്. പക്ഷെ അത് ഏതിലെ കൂടെ, കല്ലിലും ചളിയിലും കൂടെ വരുമ്പോ ഒന്നും നമുക്ക് വിഷമില്ല. എന്നാൽ നമ്മുടെ ദേഹമാണ് അതിൽ പോയെങ്കിലോ നമുക്ക് വിഷമല്ലേ. നിഴല് വരുമ്പോ ഒരു വിഷമവും ഇല്ല. അപ്പോ നമ്മൾ ഒരു വിഷമവും ഇല്ലാണ്ട് നടന്നു പോകും. അതുപോലെ ആത്മാവിന്റെ നിഴലായിട്ട് ദേഹത്തെ സംബന്ധിച്ചിട്ട് നിങ്ങൾ ക്ലേശിക്കണ്ട. വലിയൊരു ഉപദേശം, വലിയൊരു ആധ്യാത്മിക ഉപദേശം. നമ്മളൊക്കെ ക്ലേശിക്കുന്നത് ദേഹത്തിന്റെ കാര്യം കൊണ്ടാ. ഭഗവാൻ പറയണത്, നമ്മള് എവിടെയെങ്കിലും നടന്നു പോകുമ്പോൾ നമ്മളെ ശരീരത്തിന്റെ നിഴല് നമ്മുടെ നേരെ പിന്നാലെ വരുന്ന മാതിരി തന്നെയാണ് ആത്മാവിന്റെ നിഴലായിട്ട് ഈ ദേഹമുള്ളത്. നമ്മുടെ നിഴല് ഏതെങ്കിലും അതിലും ഇതിലും ഒക്കെ മുള്ളു കൂടിയൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്കെന്താ, അതിനും നമ്മൾ ഗവനിക്കാറേ ഇല്ല. കാരണം അത് നിഴലാണ്, അത് സത്യമല്ല എന്നൊരു തോന്നലല്ലേ. അതേമാതിരി നമ്മുടെ ശരീരവും സത്യമല്ല, ആത്മാവ് മാത്രമേ സത്യമുള്ളൂ. ആ ശരീരം അതിലും ഇതിലും അങ്ങനെ പോവുക വരികയൊക്കെ ചെയ്തോട്ടെ, അത് ഞാനല്ല, ഞാൻ ആത്മാവാണ്. ശരീരം എന്റെ നിഴല് മാത്രമാണ്. അതുകൊണ്ട് ആ സത്യമായ ആത്മാവിലെ അറിയലാണ് എനിക്ക് ആവശ്യം. അതാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ അറിയേണ്ടത്, അല്ലെങ്കിൽ അനുഭവിക്കേണ്ടത്. അപ്പൊ അത് ഇങ്ങനെ ഈ ഉദാഹരണത്തിൽ കൂടിയൊക്കെ പറഞ്ഞ് ഈ നല്ല പോലെ പഠിപ്പിക്കും ഭഗവാൻ. ഭഗവാനൊക്കെ ചെറിയ ചെറിയ ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ആധ്യാത്മിക തത്വങ്ങളെയൊക്കെ ഭഗവാൻ ധാരാളമായിട്ട് പറഞ്ഞു തന്നിരുന്നു. അത് കേട്ടവരൊക്കെ അതനുസരിച്ച് ജീവിച്ചവരൊക്കെ മഹാഭാഗ്യവാന്മാരുണ്ട്, പറയാതെ നിർത്തിയില്ല. ധൈര്യം, സന്തോഷം ഇവ നൽകുകയും ദൗർബല്യം, ഭീരുത ഇവ അകറ്റുകയുമാണ് എൻ്റെ ഉദ്ദേശം എന്ന് അദ്ദേഹം അനവധി പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ സ്വയം പാപികളാണെന്ന് നിങ്ങളെ തന്നെ ഭത്സിക്കരുത്. തെറ്റുകൾ എന്നതിനെ പാപങ്ങളെന്ന് നിങ്ങൾ തെറി വിളിക്കുന്നു. നിങ്ങളുടെ എല്ലാ തെറ്റുകളും ഞാൻ പൊറുക്കും. എങ്ങനെയാണെങ്കിൽ ആത്മാർത്ഥമായി നിങ്ങൾ പശ്ചാത്തപിക്കുകയും ആ തിന്മ വീണ്ടും ചെയ്യാതിരിക്കുകയുമാണെങ്കിൽ. അജ്ഞരായിരുന്ന ഘട്ടങ്ങളിൽ നിങ്ങളെ മോചിപ്പിച്ച് നിങ്ങളെ അധപ്പതിപ്പിക്കാൻ കാരണമായ വഴക്കങ്ങളെ സംത്യജിക്കുന്നതിന് ശക്തി നൽകണമേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുക. ഇങ്ങനെ പറഞ്ഞ അദ്ദേഹം ആശാദീപം കൊളുത്തി ആരോഗ്യ വെളിച്ചം ഓരോ ഹൃദയത്തിലും പരത്തുന്നു. വളരെ നമുക്കൊക്കെ വളരെയധികം ശക്തി തരുന്നതായിട്ടുള്ള ഒരു വചനമാണ് ഭഗവാന്റേത്. അപ്പൊ ഭഗവാൻ പറയണു, എനിക്ക് ധൈര്യം, സന്തോഷം ഒക്കെ നിങ്ങൾക്ക് തരാം. നിങ്ങളിങ്ങനെ ടിമിഡായിട്ട് ഞാനൊന്നിനും പറ്റില്ല, എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല, എനിക്കതെടുക്കാൻ പറ്റില്ല, ദൗർബല്യം, ഭീരത ഇതൊക്കെയാണ് നിങ്ങൾ എങ്കിൽ ഞാൻ അതിനകറ്റും. നിങ്ങൾ എൻ്റെ ഡിവോട്ടി ആണെങ്കിൽ നിങ്ങളുടെ ദൗർബല്യം, ഭീരതയൊക്കെ പോകും. നിങ്ങൾ ധൈര്യം, സന്തോഷമൊക്കെ ആയിട്ട് ജീവിക്കും. ഇവിടെ ഈ ഭൗതിക തലത്തിൽ ജീവിക്കുമ്പോഴും നല്ല ധൈര്യം, സന്തോഷമൊക്കെ വേണം. ദുർബലത ഒന്നും ഇവിടെ പാടില്ല.
അതുകൊണ്ട് നിശ്രേയസം എന്ന ആ പദവി കുറെ കഴിഞ്ഞിട്ടാണല്ലോ എത്തുക. അതിനുള്ള പാഠങ്ങൾ പഠിക്കേണ്ടതും പടിപടിയായിട്ട് മുന്നോട്ട് പോകേണ്ടതും ഈ ലൗകികതയിലാണ്. അപ്പോ അങ്ങനെ അദ്ദേഹത്തിന്റെ ഉപദേശങ്ങളൊക്കെ കേട്ട് നമ്മുടെ വീരതയൊക്കെ പോയി, ദർബലൊക്കെ പോയി, ധൈര്യവും സന്തോഷവുമായിരിക്കാനൊക്കെ നമ്മൾ പഠിക്കും. അദ്ദേഹം അങ്ങനെയാണ് പറഞ്ഞുതരിക. ചിലരുണ്ട്, ഞാൻ പാപിയാണ്, ഞാൻ ഒന്നിനും കൊള്ളില്ല, ഞാൻ എപ്പോഴും ഇങ്ങനെ ഓരോ തെറ്റും അതൊക്കെ ചെയ്ത് എന്ന് അവനവനെ തന്നെ തെറി വിളിക്കുക. മോശക്കാരനാണെന്ന് നമ്മൾ തന്നെ പറയുക. അത് ഒരിക്കലും ശരിയല്ല എന്ന് സ്വാമി പറയാം. നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? നിങ്ങൾ വല്ല തെറ്റുകളോ കുറ്റങ്ങളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ശരി, പോട്ടെ, കഴിഞ്ഞില്ലേ, ഇനി അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെയോ നിങ്ങൾ പശ്ചാത്തപിക്കണം. ആ ചെയ്തത് തെറ്റായിരുന്നു, ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, ഞാൻ അങ്ങനെ ചെയ്തത് പൊറുക്കണേ ഭഗവാനെ, ഇനി ഞാൻ അങ്ങനത്തെ പിന്നെ രണ്ടാമത് ചെയ്യില്ല എന്ന ആ കാര്യം ഭഗവാനെ ശരിക്കും ആത്മാർത്ഥമായിട്ട് പറഞ്ഞാൽ ഭഗവാൻ പറയണു, ഞാൻ അത് കണക്കിലെടുക്കുകയില്ല, ഞാൻ നിങ്ങളെ നല്ല രീതിയിലേക്ക് കൊണ്ടുപോകും, ആ തിന്മ വീണ്ടും ചെയ്യാതിരിക്കണം. അപ്പോ അതൊക്കെ നമുക്ക് അറിവില്ലാത്ത സമയങ്ങളിലും ഘട്ടങ്ങളിലൊക്കെ നമ്മൾ ചെയ്തു പോയതാ. അതൊക്കെ സ്വാമി പുറത്തുകൊണ്ട് നമ്മളെ അതിൽ നിന്നൊക്കെ മോചിപ്പിച്ച്, ആ പാപങ്ങളിൽ നിന്നൊക്കെ മോചിപ്പിച്ച് നമ്മളെ ഒരിക്കലും അധപ്പതിപ്പിക്കാൻ കാരണമാക്കാതെ അതിനെ പിന്നെയും മുന്നോട്ട് പോകാനുള്ള ആ വലിയ ശക്തി എനിക്ക് തരണം എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കാം. തെറ്റുകളൊക്കെ ചെയ്തു പോയിട്ടുണ്ട് ഭഗവാനെ, പലതൊക്കെ മോശമായിട്ടൊക്കെ വിചാരിച്ചിട്ടൊക്കെ ഉണ്ട്. ഭഗവാൻ പറയുന്ന 9 സഭാ സംഹിതകളൊന്നും ശരിയായിട്ടൊന്നും പലപ്പോഴും പകർത്താൻ പറ്റിയിട്ടില്ല. പക്ഷെ എന്നിരുന്നാലും അതൊക്കെ വേണമെന്ന് വിചാരിച്ച് നടക്കുമ്പോൾ എന്തോ ഇന്ദ്രിയങ്ങളും മനസ്സൊക്കെ എന്തെങ്കിലും പിടിച്ചു വലിച്ചൊക്കെ ഓരോന്ന് ചെയ്യിക്കുക. ചെയ്തതിന്റെ ശേഷം അയ്യോ ഭഗവാൻ ഇഷ്ടാവില്ലല്ലോ എന്നൊക്കെ തോന്നാറുണ്ട് ഭഗവാനെ. എന്നിരുന്നാലും ചിലപ്പോൾ പിടിച്ചാൽ കിട്ടുന്നില്ല. അതുകൊണ്ട് അങ്ങ് എങ്ങനെയെങ്കിലുമൊക്കെ അതിനുള്ള ശക്തി എനിക്ക് ഉണ്ടാക്കി തരണേ. ഞാൻ അങ്ങനെ ആ ഭഗവാൻ കൂടെ നിൽക്കുകയാണെങ്കിൽ ഞാൻ ആ തെറ്റുകളൊക്കെ ഒന്നും ഇനി ആവർത്തിക്കൊന്നുമില്ല. ഇത് മതി, ഇതാ ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ളത്. പക്ഷെ പിന്നെ ആ ഒരു തെറ്റ് രണ്ടാമത് ആവർത്തിക്കരുത് എന്ന് പറയാണ് ഭഗവാൻ. അതൊക്കെ ഞാൻ പുറത്തോളാം. അപ്പോ അതിന് നിങ്ങൾ ശക്തി തരാൻ വേണ്ടിയിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കാനാണ് ഭഗവാൻ പറയണത്. അങ്ങനെ അദ്ദേഹം ഓരോരുത്തർക്കും ഇങ്ങനെ ആശാദീപം കൊളുത്തി ആരോഗ്യത്തിന്റെ വെളിച്ചമൊക്കെ കൊടുത്ത് ഓരോ ഹൃദയത്തിലും ആ ആരോഗ്യ വെളിച്ചവും ആശാദീപത്തിന്റെ പ്രകാശമൊക്കെ പരത്തിക്കൊണ്ട് എല്ലാ ഹൃദയത്തിലും പരത്തിക്കൊണ്ട് നമുക്ക് സുഖസമാധാനങ്ങളൊക്കെ തന്നുകൊണ്ടിരിക്കും. ബാബ തന്റെ ഹൃദയ മധുരിമ കൊണ്ട്, പരമകാരുണ്യം കൊണ്ട്, വിവേകവാണികൾ കൊണ്ട് പരശതം ആളുകളുടെ മാർഗത്തെ തിരുത്തുകയും ലോകസംഗ്രഹം, ആത്മോദ്ധാരണം എന്നീ വഴികളിലേക്ക് തിരിച്ചുവിടുകയും ചെയ്തിരിക്കുന്നു. നെല്ലൂരിലെ ഒരു പ്രഭാഷണത്തിന് ശേഷം നടന്ന ഒരു ഹൃദയസ്പൃക്കായ സംഭവം എന്റെ സ്മൃതിമണ്ഡലത്തിൽ ഓളം വെട്ടുകയാണ്. ഒരു മധ്യവയസ്കൻ അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് പെട്ടെന്ന് ഓടി വന്ന് കാൽക്കൽ വീണു. എന്നിട്ട് ഉരുണ്ട് കുട്ടിയെ പോലെ തേങ്ങി തേങ്ങി കരയാൻ തുടങ്ങി. കാരണം എന്താണെന്ന് ബാബ അറിഞ്ഞു. അദ്ദേഹത്തിന് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? അദ്ദേഹം ഞങ്ങളുടെ നേർക്ക് തിരിഞ്ഞു പറഞ്ഞു, ഇന്നലെ പറഞ്ഞ കഥയിലെ രാമു. ബാബ ഞങ്ങളോട് മുറി വിട്ടു പോവാൻ പറഞ്ഞു. കഥ എന്താണ്? രാമു എന്നൊരു ബാലനുണ്ട്. അവൻ പടിതോറും നടന്ന് പിച്ചെടുക്കുകയാണ്. അവന്റെ അമ്മ സുഖക്കേടായി കിടക്കുകയാണ്. അങ്ങനെ ഇരിക്കൊരു വീട്ടിൽ കയറി അവൻ ഉറക്കെ വിളിച്ചു. വീട്ടുടമസ്ഥൻ ക്രുദ്ധനായി ഓടി വന്ന് അവനെ തലക്കടിച്ചു. അവൻ അതിനാൽ വീണുപോയി. ഇരുന്നു നേടിയ ചോറുമുള്ള പിച്ചപാത്രത്തോടെ അവൻ വീണു. ആ അടി അവനെ കൊന്നു. മരിക്കുമ്പോൾ അമ്മേ അമ്മേ നിങ്ങൾക്കിനി ആര് ചോറ് തരും എന്നായിരുന്നു അവന്റെ അവസാനത്തെ വാക്കുകൾ. ആ കഥയും അതേ തുടർന്ന് ഓരോ പുത്രനും തന്റെ ജനനത്തിന് ഹേതുഭൂതരായ മാതാപിതാക്കന്മാരോട് ഒന്നാമതായി കൃതജ്ഞനായിരിക്കണം എന്ന ഉപദേശവും ആ ശ്രോതാവിന്റെ ശുഷ്ക ഹൃദയത്തിൽ പശ്ചാത്താപം കോരി നിറച്ചു. അയാൾ എന്തോ കാരണത്താൽ അമ്മയോട് പിണങ്ങി അവരെ പുറത്താക്കിയിരുന്നു. ഇപ്പോൾ അയാൾ ബാബയോട് മാപ്പ് ചോദിക്കാനും അദ്ദേഹത്തിന്റെ ആഭിമുഖ്യത്തിലും അദ്ദേഹത്തിന്റെ അനുഗ്രഹത്താലും പുനർജീവിക്കാനും ഉറച്ചു വന്നിരിക്കുകയാണ്. ഇതൊക്കെ പറയാതെ തന്നെ ബാബ അറിഞ്ഞു,
സ്നേഹത്തോടെ ബാബ അയാളുടെ മുതുകത്ത് തട്ടി. എന്നിട്ട് പറഞ്ഞു, പശ്ചാത്താപം തന്നെയാണ് പ്രായശ്ചിത്തം. വരൂ വരൂ, കരച്ചിൽ നിർത്തൂ. ഞാൻ നിന്റെ ഗ്രാമത്തിലേക്ക് വരാം. നിന്റെ അമ്മയെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോവാം. രണ്ടുപേർക്കും ഒരുമിച്ച് ദർശനം തരാം. ബാബയുടെ കരുണ നിറഞ്ഞ പ്രഭാഷണങ്ങൾ ശ്രവിച്ചതിന്റെ ഫലമായി ചില ശ്രോതാക്കളുടെ ഹൃദയത്തിൽ പെട്ടെന്ന് പരിവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വാങ്ങിച്ച കടം തിരികെ കൊടുക്കൂ. തിരസ്കൃതയായ പത്നിയെ തിരികെ വിളിച്ചണയ്ക്കൂ. അഗാധമായി ഉയരൂന്നിയ ദുസ്സമ്പ്രദായങ്ങളായ മദ്യപാനം, ചൂതുകളി ഇവ വർജിക്കുക. ഇവയാണ് ചിലത്. ദാവയുടെ ഉപദേശയാത്ര തുടങ്ങിയിട്ടേയുള്ളൂ. അദ്ദേഹത്തിന്റെ ഈ ജന്മത്തിലെ 32-ാം വയസ്സ് പൂർത്തിയാകുന്ന വർഷത്തിൽ 1958 വർഷം ശിവരാത്രി നാളിൽ ഉദ്ഘാടനം ചെയ്ത സനാതന സാരഥി എന്ന മാസികയിലെ ആദ്യത്തെ സഞ്ചികയ്ക്ക് ബാബ എഴുതിയ അനുഗ്രഹവാക്യങ്ങളാണിവ. ഇന്ന് സനാതന സാരഥി എന്ന ശാശ്വത തേരാളി ഒരു പടവെട്ടിന് പുറപ്പെടുകയാണ്. എന്തിനെതിരായി? അസത്യം, അന്യായം, ക്രൂരത, തിന്മ, അഹംഭാവത്തിന്റെ സേവകരായ ഈ നാലിനുമെതിരായി. എന്റെ സേനയിലെ അക്ഷൗണികൾ വേദങ്ങൾ, ശാസ്ത്രങ്ങൾ, ഉപനിഷത്തുകൾ ഇവയാണ്. അഖില ലോകത്തിന്റെയും നന്മയാണ് വിജയമെന്നത്. സന്തോഷ സൂചനയായി ജയകാഹളമൂതുമ്പോൾ, പെരുമ്പറ അടി മുഴങ്ങുമ്പോൾ മനുഷ്യർക്ക് സന്തോഷം, ശാന്തി, ക്ഷേമം, ആനന്ദം ഇവ കരകതമാകും. ഇവിടെ ഇപ്പോ നെല്ലൂരിലെ ഒരു പ്രഭാഷണത്തിന് ശേഷം പെട്ടെന്ന് അദ്ദേഹം കസ്തൂരിസ്വാമി നേരിട്ട് കണ്ട കഥ പറയാണ്. ഒരാൾ ഓടി വന്ന് തേങ്ങി തേങ്ങി കരയാൻ തുടങ്ങി. തടുത്തിടാനൊന്നും ആൾ നിർക്കാൻ പറ്റില്ല. ആൾ ഓടി വരിക, ആരോടും സമ്മതം ചോദിച്ചിട്ടൊന്നുമില്ല. ബാബയുടെ കാൽക്കൽ വീണിട്ട് അപ്പോ ഭഗവാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു രാമു എന്നൊരു ബാലന്റെ കഥ. അമ്മയെ വളരെയധികം നോക്കുന്ന ഒരു കുട്ടി. ആ കുട്ടി ഒരു ആ കുട്ടി അമ്മയ്ക്ക് വേണ്ടി ചോറും കറിയൊക്കെ കൊണ്ടുവരുമ്പോൾ അവിടെ വീട്ടിൽ കയറിയിട്ട് പടിതോറും പിച്ചെടുക്കുക. അവന്റെ അമ്മ സൂക്കേടായിട്ട് കിടക്കുക. അപ്പോ അങ്ങനെ ഇരിക്കുമ്പോൾ വീട്ടിൽ കയറിയിട്ട് ഉറക്കം വിളിച്ചപ്പോ ആ വീട്ടുടമസ്ഥൻ, വീട്ടിൽ പണിയെടുക്കുന്ന സ്ത്രീയായിരിക്കും, ക്രുദ്ധനായിട്ട് ഓടി വന്ന് അവന്റെ തലക്കടിച്ചു പെട്ടെന്ന് ദേഷ്യത്തിൽ. അവൻ ആ അടി കൊണ്ടിട്ട് വീഴുന്ന സമയത്ത് എന്താണ് അവന്റെ ഉള്ളിലുള്ളത്? ഇനി ആരാ അമ്മയ്ക്ക് ചോറും കറിയൊക്കെ കൊടുക്കുക? അമ്മേ ഞങ്ങൾക്ക് ഇനി ആര് ചോറ് തരും എന്ന് പറഞ്ഞുകൊണ്ട് അവസാന വാക്കുകൾ പറഞ്ഞുകൊണ്ട് ആ കുട്ടി മരിച്ചു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഓരോ പുത്രനും തന്റെ ജനനത്തിന് ഹേതുഭൂതരായ മാതാപിതാക്കന്മാരോട് ആദ്യം അവരോടാണ് നന്ദി കാണിക്കേണ്ടത് എന്നൊരു ഉപദേശം പറഞ്ഞു ഈ കഥ പറഞ്ഞിട്ട്. അപ്പോ അത് ഈ ഓടി വന്ന ആളത് കേട്ടിട്ടുണ്ട്. ആൾ ഉള്ളിലത് തട്ടി. അയാൾക്ക് പശ്ചാത്താപം വന്നു. അയാൾ അമ്മയോട് പിണങ്ങിയിരിക്കുകയായിരുന്നു. എന്നിട്ട് അമ്മയെ പുറത്താക്കിയിരുന്നു നോക്കാതെ. ഇത് കേട്ടപ്പോ അയാൾക്ക് വല്ലാത്ത സങ്കടം വന്നു, പശ്ചാത്താപം വന്നു. ഞാൻ ചെയ്തത് എന്ത് തെറ്റാണെന്ന് തോന്നി. അപ്പൊ മാപ്പ് ചോദിക്കാൻ വന്നാണ് ഭഗവാനോട്. അങ്ങനെ ഭഗവാൻ അയാൾക്ക് നല്ലോണം പ്രോത്സാഹിപ്പിച്ചിട്ട് പശ്ചാത്താപമാണ് ഏറ്റവും വലിയ പ്രായശ്ചിത്തം എന്ന് പറഞ്ഞു. കറിയൊന്നും വേണ്ട, ഞാൻ നിന്റെ ഗ്രാമത്തിൽ വരും. അപ്പൊ നീ നിന്റെ അമ്മയെയും കൂട്ടിയിട്ട് വരണം. ഞാൻ രണ്ടുപേർക്ക് ഒരുമിച്ച് ദർശനം തരാന്നൊക്കെ പറഞ്ഞ് അയാളെ തിരിച്ചയച്ച കഥ. അപ്പൊ അദ്ദേഹം പറയാണ്, ഇങ്ങനെ എത്രയോ ആൾക്കാർക്ക് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഭഗവാന്റെ പ്രഭാഷണമൊക്കെ കേട്ടിട്ട്. കടം വാങ്ങിയാൽ തിരിച്ചു കൊടുക്കുക, ഭാര്യയെ വേണ്ടാന്ന് വെച്ചാൽ ആൾക്കാർ ഭാര്യയുടെ അടുത്ത് പോയിട്ട് രണ്ടാമത് സ്നേഹമായിട്ട് വരിക, മദ്യപാനം, ചൂതുകളി എന്നൊക്കെ നിർത്തുക. ഇത് ഏത് വയസ്സിലാ അറിയോ? 32-ാം വയസ്സ്. സമത്ത പറഞ്ഞതായ കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. 32-ാം വയസ്സിലെ കാര്യങ്ങളാണ് ഇപ്പൊ ഈ ഒന്നാമത്തെ സത്യശിവസുന്ദരത്തിൽ പറയുന്നത്. അത് 1958 ശിവരാത്രിയിൽ ഉദ്ഘാടനം ചെയ്ത അന്നാണ് 1958 ശിവരാത്രി നാളിലാണ് സനാതന സാരഥി ഉദ്ഘാടനം ചെയ്തത്. അത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ ബാബ പറഞ്ഞതാണ്, ഇവിടെ ഒരു പടയോട്ടുണ്ടാവും. അസത്യത്തിനും അന്യായത്തിനും ക്രൂരതയ്ക്കും തിന്മയ്ക്കൊക്കെ എതിരായിട്ട്. അത് അഹംഭാവത്തിന്റെ സേവകന്മാരാണ്. എൻ്റെ അടുത്തുള്ളത് അക്ഷൗണികൾ, വേദങ്ങൾ, ശാസ്ത്രങ്ങൾ, ഉപനിഷത്തുക്കള്, ഇതൊക്കെയാണ് എൻ്റെ അടുത്തുള്ളത്. അതൊക്കെ കൂടി ഈ അഖില ലോകത്തിനും നന്മ കൊടുക്കും. ഇപ്പോ അതിന്റെ സന്തോഷ സൂചകമായിട്ട് ജയകാഹളം ഊതുന്നു, പെരുമ്പറ അടിക്കുന്നു.
എല്ലാവർക്കും ശാന്തിയും ക്ഷേമവും ആനന്ദം ഒക്കെ ഉണ്ടാവും എന്ന് അന്ന് 58 പറഞ്ഞതാണ്. അതനുസരിച്ചിട്ട് കൊല്ലങ്ങൾ കൂടി വരുന്തോറും ഭഗവാന്റെ അടുത്ത് വരുന്നവർക്കൊക്കെ ആനന്ദം തന്നെയായിരുന്നു. എന്തൊക്കെ ബുദ്ധിമുട്ടും കഷ്ടതകളൊക്കെ അവരവരുടെ നാട്ടിലും വീട്ടിലൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഭഗവാന്റെ അടുത്ത് എത്തിക്കഴിയുമ്പോൾ അവിടുത്തെ അവിടെ എത്തുന്നവർക്കൊക്കെ സന്തോഷം. എല്ലാവരും ഒരു വിധത്തിലുള്ള ദുരിതം അനുഭവിക്കില്ല. അപ്പൊ ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ എല്ലാ ആൾക്കാർക്കും ദുഃഖം കഷ്ടമൊന്നുമില്ല. അപ്പൊ ഭഗവാന് സദാസമയം നമ്മുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് ആ ഭഗവാനുമായി അടുത്ത് നിൽക്കുകയാണെങ്കിൽ അതേ അനുഭവം തന്നെ നമുക്ക് ഇപ്പോഴും ഒക്കെ ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ലൗകികത്തിലെ ദുഃഖവും കഷ്ടവും വന്നും പോയിക്കൊണ്ടിരിക്കും എപ്പോഴും. ചിലരെ സുഖ സന്തോഷമൊക്കെ ഇടയ്ക്കൊക്കെ ഉണ്ടാവുള്ളൂ. സദാസമയം സുഖസന്തോഷം വേണമെങ്കിൽ നമ്മുടെ ഏറ്റവും ബന്ധുവായിട്ടും ഏറ്റവും അടുത്തുമായിട്ടും നമ്മുടെ ഉള്ളിൽ ഭഗവാൻ ഉണ്ടാവണം. അപ്പൊ പിന്നെ നമുക്ക് ബാക്കി എല്ലാത്തിനോടും ഒരു തരം നിസ്സംഗത വരും. എല്ലാ സ്നേഹവും ഭക്തിയൊക്കെ ഭഗവാനോടാവും. നമ്മളിങ്ങനെ ഭഗവാനെ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ശരിക്കും അതൊരു തോന്നലൊന്നുമല്ല. ആ ഉള്ളിലുള്ള ഭഗവാനെ സദാസമയം നമ്മൾ ഫീൽ ചെയ്യുന്നു. അപ്പൊ നമുക്ക് തെറ്റ് ചെയ്യാൻ പറ്റില്ല, നല്ല നന്മ ചെയ്യാൻ മാത്രമേ പറ്റൂ. നേരത്തെ പറഞ്ഞ മാതിരി നമുക്ക് നല്ല ധൈര്യമാണ്, നമ്മൾ ഒന്നിനെയും പേടിക്കുന്നില്ല. പക്ഷെ ആ ഒരു സ്റ്റേജിലേക്ക് നമുക്ക് എത്താൻ സാധിക്കണം. അപ്പൊ അതാണ് സ്വാമി പറയണത്. ഈ സനാതന സാരഥിയൊക്കെ ഇനി മുതൽക്ക് ഇവിടെ സന്തോഷവും ആനന്ദമൊക്കെ പരത്തും, വിജയകാഹളം മുഴക്കും എന്നൊക്കെയുള്ള കാര്യങ്ങൾ അതിന്റെ ആ ഇനോഗ്രേഷൻ സമയത്ത് സ്വാമി പറഞ്ഞതാണ്. 1958 ദൂരെ ചക്രവാളത്തിൽ ആ പടപ്പുറപ്പാടിന്റെ രൂപരേഖകൾ കാണുന്നു. അതിനുള്ള കാഹളമൂത്ത് ബാബയുടെ 4 ഇന പരിപാടികളായ സത്യധർമ്മ ശാന്തി പ്രേമം എന്നതാണ്. മനുഷ്യർക്ക് ഏവർക്കും വേണ്ടിയാണ് ഈ പദ്ധതി. ഈശ്വരകാരുണ്യം ചില വർഗക്കാർക്ക്, മതക്കാർക്ക്, തരക്കാർക്ക്, നിറക്കാർക്ക് മാത്രമേ ഉള്ളൂ എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അണു മുതൽ മഹാമേരു വരെയുള്ള എല്ലാറ്റിനും അതിന് അവകാശമുണ്ട്. ഭഗവാൻ എവിടെയുമുണ്ട്, എന്തിലുമുണ്ട്. സാധന കൊണ്ടും സത്യം പ്രേമം ഇവ ഉൾക്കൊണ്ട് അനുവർത്തിച്ചു അദ്ദേഹത്തെ സാക്ഷാത്കരിക്കാം. സത്യമാണ് പരമധർമ്മം, ശാന്തിക്കുള്ള മാർഗം പ്രേമം മാത്രമാണ്. അപ്പോ ഈ ഭഗവാന്റെ ഈ അവതാര കാലത്ത് ഇത്തരം സംഭവങ്ങളിൽ കൂടെ അല്ലെങ്കിൽ ഇത്തരം പരിപാടികളിൽ കൂടിയൊക്കെ അങ്ങ് ദൂരത്തിൽ ചക്രവാളത്തിൽ ഒരു പടപ്പുറപ്പാടിന്റെ അടയാളങ്ങളൊക്കെ കാണാൻ ഉണ്ട്. കാഹളമൂത്തൊക്കെ നമുക്ക് ഇങ്ങനെ അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. ഭഗവാന്റെ പ്രവർത്തനം അദ്ദേഹത്തിന്റെ 4 ഇന പരിപാടിയാണ്. സത്യധർമ്മ ശാന്തി പ്രേമം എല്ലാവർക്കും അറിയുന്നതാണ്. അത് മനുഷ്യർക്ക് എല്ലാവർക്കും ഉണ്ടാവണം, ആ പദ്ധതിയാണ്. അത് ചില ആൾക്കാർക്ക് വേണ്ടതാണ്, ചില മതക്കാർക്ക് വേണ്ടതാണ്, ചില നിറക്കാർക്ക് വേണ്ടതാണ്, ചില തരക്കാർക്ക് വേണ്ടതാണ്. അങ്ങനെയൊന്നുമില്ല, അതെല്ലാവർക്കും വേണ്ടതാണ്. അണു അണിയാൻ മഹതോ മഹിയാൻ എന്ന് പറഞ്ഞ മാതിരി അണു മുതൽ മഹാമേരു വരെ ഉള്ള എല്ലാറ്റിനും ഇതിനുള്ള അവകാശമുണ്ട്. ഭഗവാനാണെങ്കിലോ ഭഗവാൻ എല്ലാവർക്കും ഉള്ളതാണ്. ഭഗവാൻ ഇങ്ങനെ വേർതിരിവുകളൊന്നുമില്ല. ഭഗവാൻ എവിടെയുണ്ട്, അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ട്, എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോ സാധന കൊണ്ട് സത്യം പ്രേമം ഈ രീതിയിൽ ജീവിക്കുക, സാധന ചെയ്യുക. അപ്പോ ഈ ഭഗവാനെ നമുക്ക് സാക്ഷാത്കരിക്കാൻ സാധിക്കും. സത്യമാണ് പരമധർമ്മം, ശാന്തിക്കുള്ള മാർഗം പ്രേമമാണ്. ആ രീതിയിലുള്ള ആ പ്രമാണങ്ങളെയൊക്കെ സ്വീകരിച്ചുകൊണ്ട് ഭഗവാനിൽ പൂർണ്ണ വിശ്വാസത്തോടുകൂടി ഭക്തിയോട് കൂടിയിട്ട് നമ്മൾ സാധനയൊക്കെ ചെയ്തിട്ട് മുന്നോട്ട് പോയാൽ നമ്മൾക്ക് സത്യം പ്രേമം മുതലായ മൂല്യങ്ങൾ കൂടെ നമ്മൾ പ്രകാശിച്ചുകൊണ്ടിരിക്കും. അതാണ് സ്വാമി ഇവിടെ പറഞ്ഞതിന്റെ അർത്ഥം. പേരിനും പുകഴിനും പൊതുജന സ്വാധീനത്തിനും വേണ്ടി ആർത്തിപ്പെട്ട് ധർമ്മപഥത്തിൽ നിന്നും വ്യതിചലനം ചെയ്യുന്ന ചില സാധകരുണ്ട്, സന്യാസിമാരുണ്ട്. ക്ഷണപ്രഭാചഞ്ചലമായ കീർത്തിക്ക് വേണ്ടി കിടമത്സരം പുലർത്തുന്നവർ, രാഷ്ട്രീയ പ്രസിദ്ധിക്ക് വേണ്ടിയും പത്രപ്രസിദ്ധിക്ക് വേണ്ടിയും വെമ്പുന്നവർ. അങ്ങനെയുള്ളവരുടെ തെറ്റിതിരുത്തി അവർക്ക് ഗുണദോഷപാഠം നൽകി ശരിയായ മാർഗത്തിലൂടെ നടത്താനുള്ള ബാധ്യത
ബാബ കയ്യേറ്റിയിരിക്കുന്നു. ആത്മാർത്ഥത എന്ന ഒരക്കല്ലിൽ ഒരച്ച് ഓരോരുത്തരെയും പരിശോധിക്കൂ. വാക്കുകളിൽ മാത്രമല്ല, കർമ്മത്തിൽ കൂടി ഓരോരുത്തരും എത്ര ത്യാഗം ചെയ്തിട്ടുണ്ടെന്ന് നോക്കൂ. എന്നിട്ട് അവരുടെ ഉപദേശം സ്വീകരിച്ച് തദനുസാരം പ്രവർത്തിക്കൂ. പാണ്ഡിത്യമല്ല, അതിന്റെ പ്രയോഗമാണ് പ്രമാണം. അങ്ങനെ സത്യസായി യുഗമാണ് മനുഷ്യരാശിയുടെ സുവർണകാലമാകാൻ പോകുന്നത്. അതിന്റെ സുപ്രഭാതം ഇതാ വന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഈ അഹങ്കാരം കൊണ്ട് പേര് കിട്ടാൻ, അല്ലെങ്കിൽ ആൾക്കാരുടെയൊക്കെ സ്വാധീനം കിട്ടാൻ, അതിനുള്ള ആർത്തിയൊക്കെ ആയിട്ട് ചില സാധകന്മാര് ഭഗവാന്റെ അടുത്തൊക്കെ നിന്നിട്ട് ധർമ്മപഥത്തിൽ നിന്നൊക്കെ കൂടെ പോയ പല സാധകന്മാരും മാറിപ്പോയിട്ടുണ്ട്, മോശമായിട്ടുണ്ട്. അതേമാതിരി പല സന്യാസിമാര് താൽക്കാലികമായിട്ടുള്ള കീർത്തിക്ക് വേണ്ടിയിട്ടുള്ള അതിനുവേണ്ടി കിടമത്സരങ്ങൾ, അന്താരാഷ്ട്ര പ്രസിദ്ധി കിട്ടാൻ, പത്രത്തിലൊക്കെ പേര് വരാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെയുള്ളവരുടെയൊക്കെ തെറ്റിതിരുത്തിയിട്ട് അവർക്ക് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു നൽകി ശരിയായ മാർഗത്തിലെടുത്ത് അതിന്റെ ബാധ്യത ഭാവ കയ്യേറ്റിരിക്കുന്നു. അങ്ങനെ കുറെ വ്യത്യാസങ്ങളൊക്കെ വരുത്തി. അവതാര സമയത്ത് ഒരുപാട് വ്യത്യാസങ്ങൾ, പല അത്തരം ആൾക്കാരും ബാബ നന്നാക്കിയെടുത്ത എത്രയോ പേരുണ്ട്. പക്ഷെ നമ്മളെയൊക്കെ അത്ര വലിയ രീതിയിലൊന്നും ആയില്ലെങ്കിലും, അതിൽപ്പെട്ട ആൾക്കാരല്ലെങ്കിലും, നമ്മളെപ്പോലുള്ള ഉള്ളവരെയൊക്കെ ഭഗവാൻ ഒരു നല്ല രീതിയിലേക്ക് മാറ്റിമറിച്ചത് തന്നെ അല്ലേ ശരിക്കും പറഞ്ഞാൽ. നമ്മളൊക്കെ ഒരു സാധാരണക്കാരനായ മനുഷ്യൻ, പേരും പ്രശസ്തിക്കൊക്കെ വേണ്ടിയിട്ടൊക്കെ ആഗ്രഹിച്ചവരൊക്കെ തന്നെ. പക്ഷെ അതൊന്നുമല്ല വേണ്ടത്. ത്യാഗത്തോടു കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഈശ്വരനെല്ലാം സമർപ്പിച്ചിട്ടുള്ള പ്രവർത്തനം, സായി സേവ, അതാണ് ഏറ്റവും ഉദാത്തമായത് എന്ന് പഠിപ്പിച്ച അഹങ്കാരമില്ലാത്തതായ ഒരു പ്രവർത്തന പഥത്തിൽ കൂടെ നമ്മളെ മുന്നോട്ട് കൊണ്ടുവന്നില്ലേ ഭഗവാൻ. അതില് ഒരുപാട് പേർക്ക് ഗുണം കിട്ടിയിട്ടുണ്ട്. പക്ഷെ കുറെ പേരൊക്കെ ആദ്യകാലങ്ങളിലൊക്കെ വളരെ കുറച്ചു പേരൊക്കെ വഴി തെറ്റി പോയിട്ടുള്ളൂ. പക്ഷെ ഇപ്പൊ ഇന്ന് ഭഗവാന്റെ സ്ഥൂല ശരീരത്തിന്റെ അസാന്നിധ്യത്തില് ഇപ്പോഴത്തെ സമ്പ്രദായമൊക്കെ കാണുമ്പോൾ പല സായി ഭക്തരൊക്കെ വേറെ വഴിക്ക് തിരിഞ്ഞു പോണു എന്നുള്ളത് ഒരു ദുഃഖകരമായിട്ടുള്ള സത്യം തന്നെയാണ്. പറയാതിരിക്കാൻ പറ്റില്ല. പഴയ മാതിരിയല്ല. സായി ഡിവൂട്ടിയാന്ന് പറയും, ആക്റ്റീവ് വർക്കറാന്ന് പറയും. പക്ഷെ പ്രവർത്തനങ്ങളൊക്കെ പ്രശസ്തിക്കും കിടമത്സരങ്ങളും അസൂയയും പരദൂഷണവും ഒക്കെ ധാരാളം ഉണ്ട് എന്നുള്ളത് നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. അതോരോ യോഗമാണ്. അതിന് ഭാഗ്യം വേണം. ഭഗവാന്റെ അസാന്നിധ്യം, ഭഗവാൻ ഉള്ളപ്പോ അങ്ങനെ നിന്ന് ഭഗവാൻ പോയതോടുകൂടി പല കാര്യങ്ങളിലും മാറ്റങ്ങളൊക്കെ വരുത്തിയവരുണ്ട്. അത് അവരുടെ അജ്ഞാനം കൊണ്ടാ. ആർക്കും അവരെ നേരെയാക്കാനൊന്നും പറ്റില്ല. അത് പറഞ്ഞു കൊടുക്കുന്നൊന്നും ഇഷ്ടപ്പെടാത്തൊരു കാലഘട്ടമായിപ്പോയി ഇപ്പൊ. പണ്ടൊക്കെ ഞങ്ങളോടൊക്കെ നമ്മുടെ മുകളിലുള്ള നമ്മുടെ ലീഡർമാരും പ്രായമായവരൊക്കെ, ഞങ്ങളൊക്കെ ചെറുപ്പകാലത്തിൽ ലക്ഷ്മണമാഷൊക്കെ അറിയുണ്ടാവും, ഞങ്ങളെയൊക്കെ ശാസിച്ചിട്ടുണ്ട്. നല്ലവണ്ണം പല കാര്യങ്ങളും കുറ്റങ്ങളായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അറിയാം, എല്ലാം അറിയാം. ഞങ്ങൾക്ക് അതിനൊന്നും ദേഷ്യമൊന്നും വന്നിട്ടില്ല. അതെല്ലാം ഞങ്ങൾ അതേ രീതിയിൽ എടുത്തത്, ഭഗവാന്റെ വചനങ്ങളായിട്ട് എടുത്തിട്ടുണ്ട്. എനിക്കൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട്. പിണറായിയിലെ അന്നത്തെ കൺവീനറൊക്കെ ആയിരുന്നിട്ടുള്ള അവരൊക്കെ എൻ്റെ അടുത്തൊക്കെ ദർശനത്തിനൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മളൊക്കെ ഇങ്ങനെ ധ്യാനിക്കാനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ അദ്ദേഹമൊക്കെ ആ സമയത്ത് പറഞ്ഞു തന്ന കാര്യങ്ങൾ, ഇങ്ങനെയാണ് ഇരിക്കുക, ഇതാരാ പഠിപ്പിച്ചെന്ന്, ഇങ്ങനെയാണ് കൈവയ്ക്കുക, നമ്മളെ എന്തോ ഒരു ധ്യാനിച്ചിട്ടായിരിക്കുക, അതൊക്കെ പറഞ്ഞു തരാ. എന്നിട്ട് അതിന്റെ മുഴുവൻ സംഗതികളും പറഞ്ഞു തന്നിട്ടുള്ളതൊക്കെ അവരൊക്കെ പിന്നെ ഞാൻ സ്റ്റേറ്റ് കോർഡിനേറ്ററൊക്കെ ആയിട്ട് വരുന്ന സമയത്തൊക്കെ അവരെല്ലാം നമ്മൾക്ക് അത്ര ബഹുമാനത്തോട് കൂടിയിട്ടാണ് നമ്മളെല്ലാം കൊണ്ട് നടന്നത്. ആ കാലത്തൊക്കെ ഒരുപാട് കാലം അവരൊക്കെ ആയിട്ട് നമുക്ക് നടക്കാനൊക്കെ പറ്റിയിട്ടുണ്ട്. ആ ഒരു കാലഘട്ടം വേറെ. ഇന്നിപ്പോ അതൊന്നും
നമ്മൾ പറയുന്നതൊന്നും ഇഷ്ടപ്പെടുന്നില്ല പലർക്കും. ആർക്കും ഇന്ന് സത്സംഗമൊന്നും വേണ്ടല്ലോ. ആർക്കും ജ്യോതിർധ്യാനം ഇന്ന് എങ്ങനെ ചെയ്യേണ്ടതെന്ന് അതൊന്നും അറിയേണ്ട ആവശ്യമില്ല. കുറച്ചു നേരം ഒരുമിച്ച് ഇരുന്നിട്ട് ഒരു സത്സംഗം നടത്താനൊന്നും ആർക്കും ഒരു താല്പര്യമില്ല. ആ കാലഘട്ടം കഴിഞ്ഞു. ഇതിനെ കുറച്ചു മുമ്പേ ഭഗവാൻ പറഞ്ഞല്ലോ, ശാസ്ത്രഗ്രന്ഥങ്ങളിലുള്ള പ്രതിപത്തി, സാധന, വേദപരിചയം, ഉപനിഷത്തുകളുടെ അറിവ്, ഇതൊക്കെ അനിവാര്യമാണ് എന്ന് ആവർത്തിച്ച് പറഞ്ഞ ആളാണ് ഭഗവാൻ. പക്ഷെ ഇന്നത്തെ ഒരു തലമുറയ്ക്ക് ആ ഭാഗങ്ങളിലോടൊന്നും യാതൊരു ഇഷ്ടവുമില്ല. പലരുടെ വിചാരം ഭഗവാൻ അതൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ്. കാരണം കുറെ കാലങ്ങളായിട്ട് അങ്ങനെയാണ് നമ്മുടെ സംഘടനയുടെയൊക്കെ പ്രവർത്തനം. ആ വഴിക്കൊന്നും ഒരു ചിന്തയില്ല, അതിനെപ്പറ്റി ഒന്നും ചെയ്യുന്നുമില്ല. അപ്പൊ അങ്ങനെ അത് നമ്മളാരും വിചാരിച്ചിട്ട് കാര്യമില്ല. ഭഗവാന്റെ സങ്കല്പം തന്നെയായിരിക്കും. ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും സമൂഹത്തിലെ കാര്യങ്ങൾ. അദ്ദേഹത്തിന്റെ ഭക്തന്മാരൊക്കെ അങ്ങനെ ആയിരിക്കണം ഭഗവാന്റെ വിചാരം. അപ്പോ അവിടെ ഒന്നും പ്രത്യേകിച്ച് നമ്മളൊക്കെ അതേമാതിരി സത്സംഗങ്ങള്, സമാന ചിന്താഗതിക്കാരായവർ ഒരുമിച്ചിരുന്നിട്ടുള്ള കാര്യങ്ങൾ അവിടെ ഇവിടെയൊക്കെ കുറച്ച് നടക്കുന്നുണ്ട്. അപ്പൊ വളരെ കുറച്ചു പേർക്ക് ഇപ്പോഴും ഒരു മുന്നോട്ട് പോവാനും അതേ രീതിയിൽ ഒരു സായി കൾച്ചർ വളർത്തിക്കൊണ്ടുവരാനൊക്കെ അത് അഭിവൃദ്ധിപ്പെടുത്താൻ സാധിക്കുന്നുണ്ട് എന്നത് ഒരു സന്തോഷകരമായ കാര്യം തന്നെ. പേരിനും എന്നിട്ട് അത് ആത്മാർത്ഥതയുള്ള, എന്നിട്ട് സ്വാമി പറയാണ്, പേരിനും പുകഴിനും പൊതുജന സ്വാധീനത്തിനും വേണ്ടി ആർത്തിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ മോശമാണ്. ചിലക്ക് അന്താരാഷ്ട്ര പ്രസിദ്ധി വേണം. ആത്മാർത്ഥത എന്ന ഒരക്കല്ലിൽ ഉരച്ചിട്ട് ഓരോരുത്തരെയും പരിശോധിക്കൂ. നമ്മൾ തന്നെ സ്വന്തം ചെയ്യാം. വാക്കുകളിൽ മാത്രമല്ല, കർമ്മത്തിൽ കൂടി ഓരോരുത്തരും എത്ര ത്യാഗം ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ അനലൈസ് ചെയ്ത് നോക്കാൻ. നമ്മുടെ കാര്യങ്ങളൊക്കെ, സുഖ സൗകര്യങ്ങളൊക്കെ എത്ര വേണ്ടെന്ന് വെച്ചിട്ടുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്ന് നമ്മൾ തന്നെ ആലോചിച്ച് നോക്കൂ. എന്നിട്ട് അങ്ങനെയുള്ളവരുടെ ഉപദേശമൊക്കെ സ്വീകരിച്ചിട്ട് നമ്മൾ പ്രവർത്തിച്ചാൽ, തുടക്കക്കാരൊക്കെ പ്രവർത്തിച്ചാൽ നമുക്ക് ഗുണം കിട്ടും. പാണ്ഡിത്യം നല്ല കാര്യം, അതിന്റെ പ്രയോഗമാണ് പ്രമാണം. കുറെ പഠിച്ചുകൊണ്ട് കാര്യമില്ല, ആ പഠിച്ചതിനെ ജീവിതത്തിൽ അനുഷ്ഠിക്കാൻ സാധിക്കണം. അപ്പൊ എന്നിട്ട് അന്ന് അദ്ദേഹത്തിന്റെ ഒരു അഭിലാഷമാണ് കസ്തൂരി സ്വാമി അവസാനം പറയണത്. അദ്ദേഹത്തിന് ഉറപ്പായി സത്യസായി യുഗം വരികയാണ്, മനുഷ്യരാശിയുടെ സുവർണകാലമാവാൻ പോവുകയാണ്, അതിന്റെ സുപ്രഭാതം ഇതാ വന്നു കഴിഞ്ഞിരിക്കും. പറഞ്ഞതിൽ കുറെയൊക്കെ ശരിയാണ്. പക്ഷെ ഈ ലോകം മുഴുവനും മാറ്റാനൊന്നും ഒരു അവതാരത്തിനും ഉദ്ദേശമില്ല. അതിന് വേണ്ടിയിട്ടല്ല ഒരു അവതാരം വരുന്നത്. അവര് വന്നു കഴിഞ്ഞാൽ ഒരുപാട് പേരെ ഒരു അവതാരം എന്ന് പറയുമ്പോൾ രാമകൃഷ്ണ പരമഹംസർ പറഞ്ഞു, ഒരു സാധാരണ ഒരു തോണിയൊന്നുമല്ല അവതാരം എന്ന് പറഞ്ഞാൽ. അവതാരം എന്ന് പറഞ്ഞാൽ ഒരു വലിയ കപ്പല്, ഈ ഭവസാഗരത്തിൽ കടന്നിട്ട് വീർപ്പ് മുട്ടി പെടഞ്ഞു കളിക്കുന്ന കുറച്ച് ആൾക്കാരെ അവര് ഈ കപ്പലുകാരനെ വിശ്വസിച്ചിട്ട് വരുന്നവരെ അതിൽ കയറ്റിയിട്ട് ആ ദൂരെയുള്ള അക്കരെ എത്തിച്ച് രക്ഷപ്പെടുത്തുന്ന ആ പ്രതിഭാസത്തിനെയാണ് അവതാരം എന്ന് പറയുന്നത്. അല്ലാതെ ഒരു തോട് കിടക്കാൻ പോകുന്ന ഒന്നുമല്ല. ഈ ഭവസാഗരം എന്ന് പറഞ്ഞാൽ ഏറ്റവും ദുരിതപൂർണമായിട്ടുള്ള, ഇതിൽ നിന്ന് അതിനോട് ആ ഒരാളെ വിശ്വസിച്ചുകൊണ്ട് കയറി വരുന്നവരെ, അല്ല ലോകത്തിലെ മുഴുവൻ ആൾക്കാരെയും അങ്ങോട്ട് കയറി ചെന്നിട്ടൊന്നും നേരെയാക്കലല്ല അവതാരത്തിന്റെ ഉദ്ദേശം. അവതാര കാലഘട്ടത്തിൽ നമുക്കറിയാം, എല്ലാ റോഡുകളും റോമിലേക്ക് എന്ന് പറഞ്ഞ മാതിരി ഭഗവാന്റെ അവതാര കാലത്തിന്റെ അവസാനമാവുമ്പോഴേക്ക് ശരിക്കും പറഞ്ഞാല് പുട്ടപ്പരത്തിയിലേക്ക് ഒരു ഒഴുക്ക് തന്നെ ആയിരുന്നില്ല. ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്ന് വന്നു, നമ്മളതെല്ലാം കണ്ടവരല്ലേ. ആ പുട്ടപ്പരത്തിയിൽ ആകെ നമ്മുടെ ഭാരതീയര് കുറഞ്ഞ് ബാക്കിയൊക്കെ അവിടുന്നും ഇവിടുന്നും വന്നവര് നിറഞ്ഞു നിൽക്കുന്നതായ അവസരങ്ങളൊക്കെ എത്രയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോ അങ്ങനെ കുറേ പേരെ തന്നിലേക്ക് ആകർഷിച്ചുകൊണ്ട് അതിന്റെ മാറ്റങ്ങളൊക്കെ ലോകത്തിന്റെ പല ഭാഗത്തും കാണാനും തുടങ്ങിയിരുന്നു. ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും എനിക്ക് തോന്നുന്നത് ബാക്കി പല സ്ഥലങ്ങളിലും
സത്യസായി പ്രസ്ഥാനം ഗംഭീരമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മളവിടെയും നടക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇനിയൊക്കെ എത്രയോ നന്നാക്കാമായിരുന്നു എന്നൊരു തോന്നലാണ് ഞങ്ങളെ പോലെയുള്ള പഴയ ആൾക്കാർക്കൊക്കെ തോന്നുന്നത്. അങ്ങനെ ആ സത്യസായി യുഗം ഉണ്ടാവും എന്ന് പാവം കസ്തൂരി അന്ന് ചിന്തിച്ചിരിക്കുക. ഞങ്ങളൊക്കെ ആദ്യ കാലത്തില് ഈ ലോകമൊക്കെ മറിയും, സുവർണ കാലഘട്ടം വരും, ഇവിടെ യുദ്ധം ഉണ്ടാവില്ല, ഇവിടെ ബഹളം ഉണ്ടാവില്ല എന്നൊക്കെ ചിന്തിച്ചിരുന്നത്. പക്ഷെ അങ്ങനെയൊന്നല്ല അവതാരങ്ങളിലൊന്നും കൺസെപ്റ്റ്. അവതാരങ്ങൾ ആ ഈശ്വരീയമായിട്ടുള്ള കാര്യത്തിനോട് പ്രതിപത്തിയുള്ളവരെ അത് വളരെ കുറവായിരിക്കും എന്നും പറയുന്നുണ്ട്. വേൾഡ് പോപ്പുലേഷനിൽ അത്ര കുറവുണ്ടാവുള്ളൂ ആധ്യാത്മികമായിട്ടിരിക്കുന്നവരൊക്കെ. കാരണം ഇത് വളരെ പ്രയാസപ്പെട്ട അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടുള്ളതായ ഒരു പന്ഥാവാണ്. ഇവിടെ ത്യാഗം സഹിക്കേണ്ടി വരും. ഇവിടെ ഒരുപാട് കാര്യങ്ങളെ ഇഷ്ടപ്പെടുന്നതിനെ വേണ്ടെന്ന് വെക്കേണ്ടി വരും. നമുക്ക് ഇഷ്ടപ്പെടാത്ത പലതിനും ജീവിതത്തിൽ നമുക്ക് അനുവർത്തിക്കേണ്ടി വരും. വളരെ ലളിതമായിട്ട് സ്റ്റൈലൊന്നും ഇല്ലാത്ത ജീവിതമൊക്കെ നയിക്കേണ്ടി വരും. ഈഗോനൊന്നും ഇവിടെ സ്ഥാനമില്ല. അതൊന്നും ഇന്നത്തെ കാലത്ത് പലർക്കും പിടിക്കില്ല. അവർക്ക് സ്റ്റൈലിഷ് ആയിട്ടുള്ള ജീവിതമൊക്കെ നയിക്കണം. അപ്പൊ അവരായിരിക്കും മെജോറിറ്റി ഉണ്ടാവുക. അടിപൊളി എന്നൊക്കെ പറഞ്ഞില്ലേ ഇന്നത്തെ ഭാഷ. അതല്ല, പിന്നെ ഒരു കല്യാണം ആയാലും ശരി, ഒരു കൂട്ടായാലും ശരി, കുറെ കഴിഞ്ഞാൽ എല്ലാവരും കൂടി ഡാൻസും കൂത്തും ബഹളവും ഒക്കെ. അതില്ലെങ്കിൽ അതൊരു ഒരു സന്തോഷിക്കേണ്ട പ്രോഗ്രാം ആവില്ല എന്നാണ്. അതിപ്പോ ഇന്നൊക്കെ അവരെ കല്യാണങ്ങളൊക്കെ 4 ദിവസം 5 ദിവസമൊക്കെ ആയി. ഇതിനു വേണ്ടിയിട്ട് എത്ര കാശൊക്കെ ചെലവാക്കിയിട്ടൊക്കെ ചെയ്യുന്നു. പക്ഷെ ആധ്യാത്മിക സാധകന്മാർക്ക് അവർക്ക് ഇതൊന്നും അല്ല ഇഷ്ടം. അവർക്ക് അന്തർമുഖതയ്ക്ക് ഇഷ്ടം. അങ്ങനെയുള്ളവർക്കാണ് അവതാരങ്ങളുടെയൊക്കെ ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ ശ്രമിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഇഷ്ടമുള്ളൂ. ഇനി നമുക്ക് 12ാമത്തെ അധ്യായം തുടങ്ങണം. ഇപ്പൊ ഞാനിവിടെ